എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേന്റെ അടുത്ത് ജയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദേവേനെ പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയാൽ മതി ജയേട്ടാ, ഞാൻ മടുത്തെന്ന് പറയാണ്. ഇത് കേട്ടാൻ ജയൻ പറഞ്ഞു, അതെ, കുറച്ചു ദിവസം കൂടെ ഇവിടെ കിടക്കേണ്ട വരുമെന്ന് പറയണം. പിന്നീട് ജയൻ പറഞ്ഞു, നീ എന്തിനാ ദേവേനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? നിന്റെ മനസ്സിൽ ഇപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ട്. നീ ആ ടെൻഷനൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് നല്ലവണ്ണം ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണ. ഇത് കേട്ട ദേവേന് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ. അത് നിന്റെ മനസ്സിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാ. നിന്റെ മനസ്സൊന്ന് ക്ലിയർ ആക്കിയാൽ മതി, എല്ലാം നേരെ ആകാവുന്ന പ്രശ്നങ്ങളുള്ളെന്ന് പറയണ. എന്ത് നേരെയാവുന്നു? ഒരിക്കലും നേരെ ആവില്ല ജയേട്ടാ. ഞാനിവിടെ നിന്ന് ഇറങ്ങോട്ടെ, വീട്ടിലേക്ക് ഒന്ന് ചെന്നോട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. എല്ലാരും കൂടെ എന്നെ ഇപ്പൊ ഈ വീട്ടിലാക്കി ഇട്ടില്ലേ, ഇപ്പൊ ഞാൻ ആരും അല്ലാതായി അല്ലേന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ദേവേനെ ഇങ്ങനെ സംസാരിക്കണം എന്ന് ചോദിക്കുക. അല്ല പിന്നെ ഇപ്പൊ എന്നെ ആർക്കും വേണ്ടല്ലോ, എല്ലാവർക്കും അവളെ പോലെ നയനെ 2-3 ദിവസമായിട്ടൊരു സമാധാനമുണ്ട്, അവൾ ഇങ്ങോട്ട് വരാത്തോണ്ട്. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, അതെ, നയനമോൾ ഇനി ഉടനെ ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയാ. അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പത്തിന് അവൾ അവിടെ കണ്ടേക്കല്ല. അവൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ BP വീണ്ടും കൂടുമെന്ന് പറയാ. നയനമോൾ എന്താണല്ലോ അവിടെ കാണാനായിട്ട് പോകുന്നില്ല, നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ടെന്ന് പറയാ. നയനമോള് പെട്ടെന്നൊന്നും അങ്ങോട്ട് വരുന്നില്ലെന്ന് പറയാ. അവള് വരുവേ വേണ്ട, അതാ എനിക്ക് സമാധാനം എന്ന് പറയണം. വരാതിരിക്കണേ അത്ര നല്ലതെന്ന് പറയണം. ഞാൻ ചെന്നോട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്നെ ഈ വിധമാക്കിയത് അവൾ ഒറ്റ എഴുത്തിയാന്ന് പറയണം. ജയൻ പറഞ്ഞു, എത്രയോ വട്ടം പറഞ്ഞു ദേവേനി നിന്നോട് ഇങ്ങനൊന്നും പറയരുത്, ചിന്തിക്ക് പോലും ചെയ്യരുതെന്ന്. നയനമോളുടെ മനസ്സ് ഇതുവരെയായിട്ടും മനസ്സിലാക്കാത്ത നീയാന്ന് പറയണം. പിന്നെ അവളുടെ മനസ്സ്, ഇനി അവളുടെ മനസ്സ് എനിക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാനില്ല. അവളെക്കാളും എന്തൊരു നല്ല പെൺകുട്ടിയാണ് അനാമികമോള്. പാവം, എനിക്ക് കരള് പകുത്തു തരാന്ന് വരെ പറഞ്ഞാന്ന് പറയണം. ജയൻ പറഞ്ഞു, പകുത്തു തരാന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, തന്നൊന്നുമല്ലോ. പിന്നെ നീ എന്നാ പിന്നെ കൂടുതൽ സംസാരിക്കണ്ട. ദേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവാണ്. ഈ സമയം ദേവാനി മനസ്സിൽ കരുതോ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, നാനെ ഒരിക്കലും ഞാൻ വീട്ടിലേക്ക് കയറ്റാൻ പോകുന്നില്ല, അവളെ ഞാൻ അടിച്ചിറക്കും. അങ്ങനെയൊക്കെ ഒരു ചിന്ത ദേവാനിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, നയനമോൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ വീട്ടിലാണെങ്കിൽ ഒരാളും അനക്കമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണെങ്കിൽ വീട് ഉറങ്ങിയതുപോലെ. അത് ശരിയാന്ന് മുത്തശ്ശൻ പറയാ. നയനമോളെ കൃത്യസമയത്ത് ഫുഡാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എല്ലാം കൊണ്ടേ തന്നോളും, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കാര്യം ആര് നോക്കാനാ, നമ്മൾ എന്തേലും പറഞ്ഞാൽ മാത്രം നമുക്ക് കിട്ടും. ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, കുറച്ചു ദിവസം കഴിഞ്ഞ് നയനമോള് വരുമല്ലോ. അല്ല, നയനമോളെ നിനക്കൊന്ന് വിളിച്ചു നോക്കാൻ മേലാരും ചോദിക്കുക. ഞാൻ നയനമോളെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ദേവേനയും കൂടെ ഇങ്ങ് വന്നതിന് ശേഷം വരുമായിരിക്കും. ദേവേനിക്ക് അല്ലെങ്കിൽ തന്നെ അവളെ കണ്ണെടുത്താൽ കാണത്തില്ലല്ലോ. പോരാത്തിന് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനില് ദേവേനി വന്നു കഴിഞ്ഞാല് നയനമോള് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരില്ല എന്ന് തോന്നുന്നെന്ന് പറയണം. ഇതേടെ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നയനമോളെ കാണാനായിട്ട് ചെല്ലാം, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം. അവൾ അവിടെ നിൽക്കേണ്ടതല്ല, അവൾ ഈ അന്തുവലി നിൽക്കേണ്ടതാ. നയനമോളായിരുന്നു ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. അവള് പോയതോട് കൂടിയിട്ട് എന്തോ വല്ല ഒരു ബുദ്ധിമുട്ടാന്ന് മുത്തശ്ശനും പറയണം. ആ സമയം നവ്യ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നവ്യയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ കടന്നു വരുന്നുണ്ട്. നയനയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ആകെപ്പാടെ ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്യുന്നത്. അബിയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാറില്ല. തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നൊരു ചിന്ത പോലും അവന്റെ മനസ്സിലില്ല. തനിക്ക് എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ എന്താ തനിക്ക് ഇഷ്ടമുള്ള അത് ചോദിക്കാറ് പോലും ഇല്ല. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേന് നവ്യക്ക് ആകെപ്പാടെ സങ്കടം വന്നു. അപ്പോഴേക്കുമാണ് അനാമിക എങ്ങോട്ട് വരുന്നത്. അനാമിക വന്നിട്ട് പറഞ്ഞു, ഓ, വിഷമിച്ച് നിൽക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, ഞാനെന്തിനാ വിഷമിക്കുന്നത്, എനിക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. പിന്നെ ആണോന്നോ? അതെ, വലിയ ആളും കളിച്ച് അടുക്കളയിലേക്ക് അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, എന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് എന്തേലും പുഴുങ്ങ് കിട്ടിയോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നവ്യ ചോദിച്ചു, നീ എന്താ പറയണെന്ന് ചോദിക്കുകയാണ്. അതെ, എന്റെ അമ്മായിമ്മ എനിക്കിഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, പക്ഷെ നിനക്ക് എന്തേലും ഉണ്ടാക്കി തരുന്നുണ്ടോ? അല്ല, എങ്ങനെ ഉണ്ടാക്കി തരാനാ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അബിയുടെ കുഞ്ഞാന്ന് ഇതിലായിട്ടും ആരെന്ന് പറഞ്ഞ ആ അബിയുടെ അമ്മയോ അല്ലെങ്കിൽ അബിയോ വിശ്വസിച്ചിട്ട് പോലുമില്ല. പിന്നെ നിന്നെ നോക്കാൻ ആർക്കും അവിടെ സമയമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞത്, അനാമിക, നീ അനാവശ്യം പറയല്ലെന്ന് പറയണം. അനാവശ്യം പറഞ്ഞല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഒരു യോഗവേ. ഓ, പിന്നെ നിന്റെ അനിയത്തി ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ഇനിയിപ്പോ അത് നടക്കത്തില്ലോ, എന്തേലും സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കിയാൽ കഴിക്കാന്ന് പറയണം. ഇതേടെ നബി പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. ഓ, അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുള്ളൂ, ഇവിടെ ഉള്ളതൊക്കെ കഴിക്കത്തുള്ളൂ എന്ന് പറയണം. സ്പെഷ്യലായിട്ട് നിനക്കൊന്നും കിട്ടാനും പോകുന്നില്ലെന്ന് പറയാം. നിന്റെ അമ്മായിമ്മ നിനക്ക് ഉണ്ടാക്കി തരുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? പോരാത്തന്നെ ജലജാപ്പച്ചി ഒട്ടും നിനക്ക് ഉണ്ടാക്കി തരാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ നബി പറഞ്ഞു, അതെ,
വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. എന്റെ അമ്മായിമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ. പിന്നെ അങ്ങ് ചെന്നാലും മതി, ഇപ്പൊ നിനക്ക് അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങ് തരൂന്ന് പറയാം. ഇത് കേട്ട നവ്യക്ക് നല്ല ദേഷ്യം വന്നു. നവ്യ പറഞ്ഞു, കൂടുതൽ നേരം പഠിപ്പിക്കാൻ വരണ്ട. അറിയാലോ, എന്താണെങ്കിലും നിന്നേക്കാളും മുമ്പ് ഞാനാ ഈ വീട്ടിലേക്ക് വന്നേ. അതുകൊണ്ട് അതിൻ്റെതായ അധികാര അവകാശമൊക്കെ എനിക്കുണ്ടെന്ന് പറയാം. പിന്നെ നീ ഈ വീട്ടിലേക്ക് കടന്നു വന്നെങ്കിലും ഇതുവരെയായിട്ടും ഈ പറയുന്ന നിന്റെ ഭർത്താവ് പോലും അംഗീകരിച്ചിട്ടില്ലെന്ന് പറയാൻ. അനാമ പറഞ്ഞു, എന്റെ ഭർത്താവ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ വീട്ടിലെ വല്യമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും എന്നോട് എത്രമാത്രം സ്നേഹത്തോടെ പെരുമാറുന്നേ. പിന്നെ നീ വന്ന വഴി എങ്ങനെയാന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയണം. നവ്യ പറഞ്ഞു, എനിക്ക് പല സംശയങ്ങളുണ്ട്. കണ്ടു, നീ കള്ളത്തരം കാണിക്കുന്നെങ്കിൽ നിന്റെ കള്ളത്തരമൊക്കെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് നവ്യ പറയണം. നീയാണ് ആ പാലി വിഷം ചേർത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല. നയനം കൂടെ ഒന്ന് വന്നോട്ടെ, കാണിച്ചാരാന്ന് പറയണം നിന്നെ. പിന്നെ നീ അങ്ങോട്ട് കണ്ടുപിടിച്ചത് തന്നെ, എനിക്ക് അതിനല്ലേ സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങോട്ട് പോവാണ്. ആ സമയം നവ്യക്ക് നല്ല ദേഷ്യം വന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് നവ്യ കരുതുവാണ്. പിന്നീട് നവ്യ അങ്ങോട്ട് വരുവാണ്. നവ്യ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ജലജ അവിടെ നിൽക്കുന്നുണ്ട്. ജലജനെ കണ്ടെന്ന് നവ്യ പറഞ്ഞു, അതെ എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വേണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അതെ നിന്റെ വീട്ടിൽ ചെന്ന് പറ, നിന്റെ വീട്ടുകാരുണ്ടാക്കി തരുമെന്ന് പറയണം. അതിന്റെ വീട്ടിൽ ചെന്ന് പറയണേ, ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നേ, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ നിങ്ങളാന്ന് പറയണം. നിങ്ങളല്ലേ കുഞ്ഞിന്റെ മുത്തശ്ശി, അപ്പൊ നിങ്ങളാ ഉണ്ടാക്കി തണ്ടെന്ന് പറയണം. പിന്നെ ഒരു കുഞ്ഞിന്റെ മുത്തശ്ശി വന്നിരിക്കുന്നു, എനിക്ക് അതിനല്ലേ സമയം. അല്ലെങ്കിൽ തന്നെ ഇവിടെ നല്ല ജോലി ഉണ്ടെന്ന് പറയണം. നിനക്കിവിടെ എന്ത് ജോലി ഇരിക്കുന്നേ? നേരത്തെ 4 നേരം കൈയും കഴിയും വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നപ്പോ ഇതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. നയന ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ എടുത്ത് കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്താ നയന ഇല്ലാത്തോണ്ടാണോന്ന് ചോദിക്കും. ഓ, പിന്നെ നിന്റെ ഒരു നയന പുരാണം. അവൾ ഉണ്ടായിട്ടല്ലേ ഇത്രയും കാലം ഞങ്ങൾ കഞ്ഞി കുടിച്ചോണ്ടിരുന്നേ. അവൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അതിനു മുമ്പ് ഞങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കി കഴിച്ചോണ്ടിരുന്നാന്ന് പറയാം. എന്നാ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തന്നെന്ന് പറയാം. അതിനെക്കൊണ്ട് എന്നെക്കൊണ്ടും പറ്റില്ല. നിന്റെ വീട്ടുകാരോട് വന്ന് ചെയ്തു തരാൻ പറ, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോ. നിന്നെ ആരും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ലോ. നിന്റെ അനിയത്തി പോയിട്ടുണ്ട്, അപ്പൊ അതുപോലെ തന്നെ നീയും കൂടെ പൊക്കോ. ഇനിയിപ്പോ വന്നില്ലേലും കുഴപ്പമില്ല, അവിടെ തന്നെ സ്ഥിരതാമസമായിട്ട് അങ്ങോട്ട് ആക്കിക്കോ എന്ന് പറയണം. നബി പറഞ്ഞ, അങ്ങനെ സ്ഥിരതാമസം പോകാനായിട്ട് എനിക്ക് സൗകര്യമില്ല. ഞാനേ ഈ കുടുംബത്തിന്റെ മരുമോളാ, നിങ്ങളുടെ മകന്റെ ഭാര്യ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ കഴിയേണ്ടതെന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്നു. എന്താ ഇവിടെ ഒരു ബഹളവും തർക്കമൊക്കെ എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ മുത്തശ്ശ, എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം മലയ്ക്ക് പോകുമ്പോൾ മാലയിട്ടിരിക്കുന്നതുകൊണ്ട് നോൺ വെജ് കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് അപ്പൊ എനിക്ക് വയറ്റിയൊരു കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങളോടൊക്കെ ആഗ്രഹമുണ്ട്. നയന ഉണ്ടായ സമയത്താണെങ്കിൽ ഒന്നും പറയണ്ട, അവൾ ഉണ്ടാക്കി തന്നേനെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതാണ് കാര്യം, മോൾക്ക് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞാൽ പോരേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം നബിയൊന്നും മിണ്ടിയില്ല. എന്താ മോളെ, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, ഉണ്ടാക്കി തരുമായിരുന്നു മറ്റെന്തെങ്കിലും പറഞ്ഞു ചോദിക്കും. ജലജയോട് ചോദിച്ചു, അല്ല ജലജ, നിനക്ക് വേറെ എന്താ ഇവിടെ പണിയെന്ന് മൂർത്തി മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അല്ലച്ചാ ഇവിടെ നല്ല ജോലിയുണ്ട്. എന്ത് ജോലി? പിന്നെ നീ ഇതുവരെയായിട്ട് അങ്ങനെ ഇവിടെ കിടന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ഞാൻ കാണുന്നില്ലല്ലോ. നയനമോളുണ്ടായിരുന്ന സമയത്ത് നയനായിരുന്നു, ഇപ്പൊ ജാനകി അടുക്കള കയറിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടുന്നുണ്ടെന്നൊക്കെ പറയാ. പിന്നെ നിനക്ക് നിന്റെ മരുമോളുടെ കാര്യം നോക്കി എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അല്ലച്ചാ, അവളുടെ ആഗ്രഹം നിൽക്കാൻ അവള് വീട്ടിൽ പോയി നിൽക്കട്ടെ കുറച്ചു ദിവസം. അവളുടെ അനിയത്തി പോയിട്ടില്ലേ, അവളും പോയി നിൽക്കട്ടെ എന്ന് പറയണ. അതെ, അവള് പോണോ വേണ്ടേന്നൊക്കെ അവള് തീരുമാനിച്ചോളും. പറഞ്ഞ കേട്ടല്ലോ, നീ അതിനകത്ത് ഇടപെടാൻ പോണ്ട കാര്യമില്ല. അവൾ എന്ത് പറയുന്നോ അത് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി എന്ന് പറയാ. നിന്റെ മകന്റെ കുഞ്ഞ് അവളുടെ വയറ്റി വളരുന്നെന്നുള്ള ചിന്ത നിനക്ക് വേണമെന്ന് പറയാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പം ജലജയ്ക്ക് നല്ല ദേഷ്യം വന്നു. ജലജ ഇങ്ങനെ നവ്യനെ നോക്കുവാണ്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു, അവൾ ഉണ്ടാക്കി തന്നോളൂ എന്ന് പറയാ. എന്തേലും ആഗ്രഹം ഉണ്ടെ പറയാൻ മടിക്കില്ലെന്ന് പറയാണ്. ഇതേ വയറ്റി വളരുന്ന കുഞ്ഞ്, അറിയാലോ, ആദ്യത്തെ പേരക്കുട്ടിയെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നേ, അതിനൊരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നവ്യക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. പിന്നെ നവ്യ ഒരു നീണ്ട ലിസ്റ്റ് ജലജയോട് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്കാണ് നല്ല ദേഷ്യം വന്നു. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് മനുഷ്യനിട്ട് ഇഷാണാറ വരപ്പിച്ചോണ്ടിരിക്കുക. നിനക്കിട്ടുള്ള പണി ഞാൻ തരാടി ഭൂതനെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോഴവിടെ അഭി നിൽക്കുന്നുണ്ടായിരുന്നു. അഭിയെ കണ്ടതും ജലജ പറഞ്ഞു, അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എടാ, നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് കാരണം മനുഷ്യന് ഒരു സമാധാനം ഇല്ലെന്ന് പറയണം. എന്താ പ്രത്യേകിച്ച് എന്താന്നോ, അവൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പോലും. അവളെ ഞാൻ കിടത്തുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം അഭി പറഞ്ഞു, എന്റെ അമ്മേ, എത്രയോ വട്ടം നമ്മൾ ശ്രമിച്ച എല്ലാം പരാജയപ്പെട്ടു പോയില്ലെന്ന് ചോദിക്കുകയാണ്. പരാജയപ്പെട്ടു പോയി, പക്ഷെ ഞാൻ അങ്ങനെ പിന്മാറാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, ഞാൻ എന്തേലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് മുടക്കുമല്ലേ ചെയ്യുന്നേ. അത് പിന്നെ നീ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇരട്ടി പണിയായിട്ടല്ലേ വരുന്നേ. ഇത്രയും കാലം
എന്തൊക്കെ ചെയ്തു വല്ലതും നടന്നോന്ന് ചോദിക്കുകയാണ്. അവസാനം ചക്കിന് വെച്ചെന്ന് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയാ. നമ്മുടെ മേക്കട് തന്നെ അത് വന്ന് കയറൂല്ലോ എന്ന് പറയാണ്. വെറുതെ എന്തിനാ എന്നൊക്കെ പറയാണ്. ഉണ്ടാക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് മതി അവളിനി അതും പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. പോരാത്തന്നെ അവളുടെ കയ്യിൽ ആ വീഡിയോസ് ഉള്ളിടത്തോളം കാലം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവൾ എന്തേലും പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. ആ നയനെ പോലെയല്ല, ഒറ്റ ബുദ്ധിക്കാരിയാ, ചെയ്യുമെന്ന് പറഞ്ഞ് അവള് ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ അടുക്കളയിലേക്ക് പോയിട്ട് നബിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ടേബിളെ കൊണ്ടേ വെക്കുവാണ്. നബിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തൻ്റെ അടുത്ത് ഇവരുടെ കളി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി എന്ത് ചെയ്യണം, നേരെ ഡൈനിങ് റൂമിലേക്ക് വരുവാണ്. നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴുകി കഴിക്കായിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് അനാമിക വരുന്നുണ്ട്. അനാമിക വലിയ ആളും കളിച്ച് വന്നിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് കറികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. പിന്നീട് ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നവി എന്ത് ചെയ്യണം, പ്ലേറ്റിനകത്തേക്ക് കറികളൊക്കെ എടുക്കാൻ തുടങ്ങി. ഈ സമയം അനാമിക പറഞ്ഞു, അതെ ഇതെന്റെ അമ്മായിമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, നീ ഒരു കാര്യം ചെയ്യാം, നിന്റെ അമ്മായിമ്മയോട് പോയി പറയാണ്. ഇത് കേട്ടതും അനാമിയെ നവിയൊന്ന് നോക്കി. നീ എന്താ പറഞ്ഞേ, നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയതാണോ? ഇതെനിക്ക് വേണ്ടിയിട്ട്, എന്റെ വയറ്റ് വളർന്ന കുഞ്ഞിനും വേണ്ടിയിട്ട് എന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയത് കാര്യം എന്ന് പറയണം. നാണം ഉണ്ടോ നിനക്കെടുത്ത് കഴിക്കാനെന്ന് ചോദിക്കുക. നീ എന്താ പറഞ്ഞേ, നിന്റെ അമ്മായിമ്മയോ? പിന്നെ ഉണ്ടാക്കി തന്നത് തന്നെ, അത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച്. വെറുതെ കോമഡി പറയില്ലെന്ന് പറയണം. കോമഡിയാണ് ട്രാജഡിയാണ് നീ ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കാൻ പറയണം. നാണമില്ലാത്തവള് എന്നിട്ട് വന്നിരുന്ന് കഴിക്കുന്ന കേട്ടില്ലേ. നീ എന്നെ പറഞ്ഞേ എന്റെ ഇഷ്ടത്തിന് ഈ വീട്ടിൽ ആരും ഒന്നും ഉണ്ടാക്കി തരില്ലെന്ന്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, നീയാണോ ഞാനാണോ ഇവിടെ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള കാര്യം? നിന്നെക്കാളും മുമ്പ് വന്ന ആളാ ഞാൻ. അപ്പൊ എനിക്കാണ് ഇവിടെ പ്രാധാന്യം. പോരാത്തന്നെ എന്റെ വയറ്റിലൊരു കുഞ്ഞുമുണ്ട്. ആ പരിഗണന എനിക്ക് എപ്പോഴും കിട്ടും. മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അനാമയ്ക്ക് ദേഷ്യം വന്നു. അനാമയെ ഫുഡ് കഴിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് ദേഷ്യപ്പെട്ടു പോയി വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചിട്ട് വേണുവിനോടും രേവതിയുടെ ഈ കാര്യങ്ങളൊക്കെ പറയാണ്. തന്നെ ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി ഏൽപ്പിച്ചു വിട്ടെന്നൊക്കെയുള്ള കാര്യം. ആഹാരം കഴിക്കാൻ പോയപ്പോൾ രേവതി നന്നായത് ചോദിച്ചിട്ട് തന്നെ കാര്യം, എന്റെ മോൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോലും കിട്ടുന്നില്ലേ, അത്രയ്ക്ക് വലിയ സിറ്റുവേഷൻ ആണ് അവിടെ നിന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ ചോദിക്കാനൊന്നും വരണ്ടാന്ന് പറയണ ഇപ്പം. അതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. മോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റായിരുന്നോ? അല്ല അവരോട് പറയാൻ പറ്റായിരുന്നു, അവരുണ്ടാക്കി തരില്ലായിരുന്നു ചോദിക്കുക. അമ്മേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല. പിന്നെ ആ നവ്യക്ക് വേണ്ടിയിട്ട് അവളുടെ അമ്മായിമ്മ അപ്പച്ചി ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങൾ ഏതൊക്കെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പറയണം. എന്നെ വിളിച്ചോണ്ടാ അവൾ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് പറയാണ്. പോരാത്തന്നെ എന്നെ നാണം കെടുത്താനായിട്ട് അവൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് പറയാം. മോളെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ആ നയനെ പോയ വഴി തന്നെ അവളെയും കൂടി ഇവിടുന്ന് അടിച്ചെടുക്കണം. അവളുടെ വയറ്റിൽ വരുന്നത് കുഞ്ഞു പോയിട്ടാണെങ്കിൽ പിന്നെ അവൾക്ക് ആ അന്തപുരിയിൽ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അഭി തന്നെ അവളെ അടിച്ചിറക്കിയോളും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, അവളെ വീഴിക്കാനുള്ള മാർഗം എന്തായാലും നോക്കാൻ പറയണം. എന്ത് ചെയ്യാനാമേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ലോ. ആ വയറ്റിൽ വരുന്ന സന്തതി അത് പുറത്തു വരുമെന്ന് തോന്നേ. അതുവരെ അവൾക്ക് ഭയങ്കര സുഖമായിരിക്കും ഈ വീട്ടില്. ഒരു കാരണവശാൽ അത് പാടില്ല എന്ന് പറയണം. മോളെ അതിനുള്ള തന്ത്രം മോളങ്ങോട് പയറ്റിയാൽ മതി എന്ന് പറയാണ്. പിന്നീട് അനാമിക എന്ത് ചെയ്യണം, അനാമിക നേരെ അടുക്കളയിലേക്ക് പോകണം. ആരും കാണാതെ കുറച്ച് ഓയിൽ എടുത്തോണ്ട് വന്നിട്ട് പടിക്കെട്ടിന് മുകളിൽ ഒഴിച്ചു വെക്കുകയാണ്. അവള് വരട്ടെ, അവള് വന്ന് വീഴട്ടെ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അനാമികയുടെ മനസ്സിൽ. കാരണം അങ്ങനെ വീണ് കഴിയുമ്പോഴത്തേനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോവാണെങ്കിൽ പിന്നെ തനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവളെ ഈ വീട്ടിൽ നിന്ന് അവളുടെ അമ്മായിമ്മയും അവളുടെ ഭർത്താവും തന്നെ അടിച്ചിറക്കുള്ളൂ. അവൾക്കൊട്ട് പണി കൊടുക്കുകയും ചെയ്യാം. അവളുടെ അഹങ്കാരത്തിന് തന്നെ ഇൻസൾട്ട് ചെയ്ത് ഫുഡിന്റെ മുന്നിൽ നിന്ന് ഏൽപ്പിച്ചു വിട്ടാലേ അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ അനാമയെ ആ കൊടും ക്രൂരത ചെയ്യുവാണ്. ആ സമയം ഇതൊന്നും അറിയില്ലാതെ നവ്യ സ്റ്റെയർ കയറി മുകളിലേക്ക് വരുവാണ്. അങ്ങനെ മുകളിലേക്ക് വന്നപ്പോൾ അനാമി ഓർത്ത് ഇപ്പൊ അവള് കയറി ചവിട്ടുമെന്ന് ഓർത്തിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. നവ്യ അതേ ചവിട്ടാതെ ആ സൈഡിൽ കൂടെ മാറി ഇങ്ങോട്ട് പോവുക ചെയ്തേ. അനാമയ്ക്കാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾക്കിട്ടൊരു പണി വെച്ചാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ആ സമയത്താണ് താഴേന്ന് ജലജൻ ജാനയും കൂടെ വർത്താനം പറഞ്ഞിട്ട് കയറി വരുന്നുണ്ട്. എന്റെ ഭഗവാനെ, ഇനി ഇവരെങ്ങാനും ചവിട്ടി പണിയാവുമോ എന്നോർത്തോണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അനാമിക. അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരട്ടോ. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.